നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 7 44 തുടങ്ങി 50 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് ചിന്തിക്കാം. ബ്രഹ്മാവ് ഇപ്പോൾ ദേവിയെ വളരെ വിനീതനായി ഭക്തിപൂർവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മധു കൈടഭന്മാരിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് സകല ചരാചരത്തിൻ്റെയും അധിപനായ വിഷ്ണുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചെങ്കിലും വിഷ്ണു തൻ്റെ നിദ്രയിൽ നിന്ന് ഉണർന്നില്ല. അവിടെ അനങ്ങാതെ കിടക്കുകയാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണുവിനെ ഇങ്ങനെ നിർജീവനായി കിടത്തിയിരിക്കുന്നത് ദേവിയായിരിക്കുമെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി. അതുകൊണ്ട് മഹാദേവിയെ ഭക്തിപൂർവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മാവ്. ശ്ലോകം 44 അധ്യായം 7 പ്രഥമസ്കന്ധം അധ്യായം 7. സൃഷ്ട്വാത്ര മാം ഭഗവതി പ്രവിനാശിതും ചേത് നേച്ഛാസ്തി തേ കുരുദയാം പരിഹൃത്യ മൗനം കസ്മാദിമൗ പ്രകടിതൗ കില കാലരൂപൗ യദ്വാ ഭവാനി ഹസിതിം നുകിമിച്ഛസേ മാം. ദേവി, എന്നെ സൃഷ്ടിച്ചിട്ട് നശിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മൗനം വെടിഞ്ഞെന്നോട് ദയ കാണിച്ചാലും. യമതുല്യരായ ഈ 2 അസുരന്മാരെ എൻ്റെ കൺമുൻപിലെത്തിച്ചതെന്തിനാണ്? മധുകൈടഭന്മാരെയാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ഹേ ഭവാനി, അല്ലെങ്കിൽ എന്നെ പരിഹസിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? ശ്ലോകം 45. ജ്ഞാതം മയാ തവ വിചേഷ്ടിതമത്ഭുതം വൈ കൃത്വാഖിലം ജഗദിദം രമസേ സ്വതന്ത്ര ലീനം കരോഷി സകലം കില മാം തഥൈവ ഹന്തും ത്വമിച്ഛസി ഭവാനി കിമത്ര ചിത്രം. നിന്റെ ഓരോ കർമ്മവും അത്ഭുതാവഹമാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. ഈ ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ചിട്ട് അതിനോട് ഒരു ബന്ധവുമില്ലാത്ത മട്ടിൽ നീ വിഹരിക്കുന്നു. എല്ലാം നിന്നിൽ തന്നെ ലയിപ്പിക്കുന്നു. എന്നെ കൊല്ലാനും ആഗ്രഹിക്കുന്നു. ഇതിലെന്ത് അത്ഭുതം? ശ്ലോകം 46. കാമം കുരുഷ്വ വധമദ്യമമൈവ മാതർ ദുഃഖം നമേ മരണജം ജഗദാംബികേത്ര കർത്താ ത്വയൈവ വിഹിത പ്രഥമം സചായം ദൈത്യാഹതോധ മൃത ഇത്യയശോഗരിഷ്ടം. അമ്മേ, എന്നെ ഇപ്പോൾ വധിച്ചുകൊള്ളൂ. ഹേ ജഗദംബികെ, മരിക്കുന്നതിൽ എനിക്ക് അശേഷവും ദുഃഖമില്ല. നീ സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടികർത്താവാണല്ലോ ഞാൻ. ഞാൻ ദൈത്യനാൽ കൊല്ലപ്പെട്ടു എന്ന അപകീർത്തി വളരെ വലുതല്ലേ? ശ്ലോകം 47. ഉത്തിഷ്ഠദേവി കുരുരൂപമിഹാത്ഭുതം ത്വം മാം വാ ത്വമൗജഹി യഥേച്ഛസി ബാലലീലേ നോ ചേത് പ്രബോധയ ഹരിം നിഹനേതിമൗയ ത്വൽസാധ്യമേതദഖിലം കില കാര്യജാതം. ഹേ ദേവി, അത്ഭുതകരമായ രൂപം പൂണ്ട് എഴുന്നേറ്റാലും ഹേ ബാലലീലെ, നിന്റെ ഇച്ഛയ്ക്കൊത്തവണ്ണം ഈ എന്നെയോ ദൈത്യന്മാരെയോ നീ നിഹനിച്ചാലും അല്ലെങ്കിൽ ഹരിയെ ഉണർത്തിയാലും അദ്ദേഹം ഇവരെ കൊന്നുകൊള്ളും. ഇതെല്ലാം നിനക്ക് സുസാധ്യമാണല്ലോ. സൂത ഉവാച.
ശ്ലോകം 48. ഏവം സ്തുതാ തഥാ ദേവി താമസീ തത്ര വേധസ നിസൃത്യ ഹരിദേഹാത്തു സംസ്ഥിത പാർശ്വതസ്തദാ. ബ്രഹ്മാവ് ഇങ്ങനെ സ്തുതിച്ചപ്പോൾ താമസശക്തി സ്വരൂപിണിയായ ദേവി ഹരിയുടെ ദേഹത്തു നിന്നും പുറത്തു വന്ന് സമീപത്തു നിന്നു. ശ്ലോകം 49. ത്യുക്ത്വാംഗാനി ച സർവാണി വിഷ്ണുരതുലതേജസഃ നിർഗതാ യോഗനിദ്രാസ നാശായ ച തതോസ്തദാ. അതുല്യ തേജസ്സോടുകൂടിയ വിഷ്ണുവിൻ്റെ അംഗങ്ങളെല്ലാം വെടിഞ്ഞ് ആ അസുരന്മാരെ നശിപ്പിക്കുന്നതിനായി യോഗനിദ്രാദേവി പുറത്തു വന്നു. ശ്ലോകം 50. വിസ്പന്ദിത ശരീരോസവോ യതജാതോ ജനാർദ്ദനഃ ധാതാ പരമികാം പ്രാപ്തോ മുദം ദൃഷ്ട്വാ ഹരിം തതഃ. ഹരിയുടെ ശരീരം നിദ്രാനിർമുക്തനായി ചലിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഹരിയെ കണ്ട ബ്രഹ്മാവ് അത്യധികം സന്തോഷിച്ചു. ഇത് ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ സപ്തമോധ്യായഃ. 7ാം അധ്യായം സമാപിച്ചു. യോഗാ സമസ്ത സുഖിനോ ഭവന്തു.